പ്രതിഷേധങ്ങൾക്കിടെ വിദ്വേഷ പ്രസംഗം ആവർത്തിച്ചും കേസെടുക്കാൻ വെല്ലുവിളിച്ചും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എറണാകുളം പള്ളുരുത്തിയിൽ തന്നെ ആദരിക്കുന്ന ചടങ്ങിൽ മന്ത്രി VN വാസവനെയും മറ്റ് രാഷ്ട്രീയ നേതാക്കളും വേദിയിലിരുത്തിയാണ് വെള്ളാപ്പള്ളി നിലപാട് ആവർത്തിച്ചത്. പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഞാൻ പറയും, ഇന്നും പറയും, നാളെ പറയും. എന്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്തമെടുത്ത് എറിഞ്ഞാലും ഞാൻ പറയാറില്ല. അവർ 24 മണിക്കൂറും ജാതി മാത്രം പറയും, ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആണ് എന്നെ ജാതിക്ക് പൗരമായി പറയുന്നത്. വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നായിരുന്നു ചടങ്ങിൽ മന്ത്രി VN വാസവന്റെ പുകഴ്ത്ത്. 56 വയസ്സിന് ശേഷം പൊതുരംഗത്തേക്ക് കടന്നു വന്ന് അദ്ദേഹം ഇന്ന് 30 വർഷക്കാലം പിന്നിടുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്രമ ജീവിതം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ ഊർജ്ജസ്വലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഈ പദവിയൊക്കെ എത്തിച്ചു എന്നുള്ളതാണ് ആഗ്രഹം. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചുമതലയേക്കുന്ന കാലഘട്ടത്തിൽ കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെ കിടന്നിരുന്ന SNDP യോഗത്തെ നന്നായി കുത്തിക്കെട്ടി ഒരു പുസ്തകമാക്കി രൂപാന്തരപ്പെടുത്തി അടുക്കും ചിട്ടയുമുള്ള ഒരു സംഘടനയാക്കി മാറ്റി SNDP യോഗം ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് നേതൃത്വപരമായ പങ്ക് വഹിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നല്ല. വിദ്വേഷ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തി. സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം. ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആര് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നറേറ്റീവാണ്. ഈ സാധനം അദ്ദേഹം ഡൽഹിയിൽ PR ഏജൻസികളെ കൊണ്ട് പറയിപ്പിച്ചതും ഹിന്ദുവിൽ ഡൽഹിയിൽ കൊടുത്ത ഇന്റർവ്യൂവും കേരളത്തിലെ CPM നേതാക്കൾ മലപ്പുറത്തിനെതിരായിട്ടുള്ള വ്യാപകമായി പ്രചരണം നടത്തി. ഇപ്പൊ മുഖ്യമന്ത്രി പറയിപ്പിക്കുന്നതാണ്. വെള്ളാപ്പള്ളി നടേശനെതിരെ സമസ്തയും രംഗത്തെത്തി. അതേസമയം കാന്തപുരത്തെ അവഹേളിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ മതസൗഹാർദ്ദത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് ശ്രീനാരായണ ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു. വിപിൻ C വിജയൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. വിപിൻ, ഈ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന ഇത്തരം വിഷമിക്കുന്ന വാക്കുകൾ വെള്ളാപ്പള്ളി നടേശനിൽ ആദ്യമായി ഉണ്ടാകുന്നതല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുക്കാനിരിക്കെ ഈ ഓരോ വിമർശനങ്ങളിലും ഈ ഓരോ പ്രതികരണങ്ങളും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം കൂടി വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാകും. ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം, ഈ ഏറ്റവും ഒടുക്കം ഇത്തരത്തിൽ ഈ പരാമർശം അല്ലെങ്കിൽ പറഞ്ഞത് ആവർത്തിക്കുന്നിടത്ത് ഒരു ഇടതു മന്ത്രി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്താണ് വിശദാംശങ്ങൾ? അടിക്കടിയുള്ള വർഗീയ പരാമർശങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അത് കുറച്ചുകൂടി കടുപ്പിക്കുക കൂടി ചെയ്യുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോൾ ഇന്നെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അത് മുസ്ലിം സമുദായത്തിനെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ, അതുപോലെ തന്നെ മുസ്ലിം സമുദായ നേതാക്കളെയൊക്കെ കടന്നാക്രമിക്കുകയാണ്. ഇതിലൂടെ ഒരു പക്ഷേ ലക്ഷ്യമിടുന്നത് ഒരു ഹിന്ദു ഏകീകരണം, ഒരു മുസ്ലിം സമുദായത്തിൽ പറയേണ്ട എല്ലാ വിഷയങ്ങളും താൻ പറയും, തനിക്ക് ആരെയും ഭയമില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ അതിലൊരു ഹിന്ദു ഏകീകരണം ഉണ്ടാകും, അത് BJP-യേക്കാൾ കൂടുതൽ അത് CPM-ന് ഗുണമാകും എന്നുള്ള ഒരു രാഷ്ട്രീയ വായന കൂടി ഇതിന്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി ധൈര്യപൂർവ്വം ആ സ്റ്റേജിൽ നിന്ന് തന്നെ പറയുന്നുണ്ട്, വേണമെങ്കിൽ വർഗീയ പരാമർശം നടത്തിയതിന് തനിക്കെതിരെ കേസെടുക്കട്ടെ എന്ന്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എവിടെ നിന്നുണ്ടാകുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത്തരത്തിൽ നിലമ്പൂരിൽ വന്നിട്ടുള്ള ഒരു വർഗീയ പരാമർശം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുന്ന ഒരു ഘട്ടമുണ്ടായത്. ഇന്നിപ്പോൾ ആ സ്ഥാനത്ത് മന്ത്രി വാസവൻ സാമൂഹികവും ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും നിർഭയമായി അഭിപ്രായം പറയുന്ന ഒരാളാണ് എന്നുള്ളത് മന്ത്രി വാസവൻ ഈ ഒരു വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിന് ശേഷവും പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ അത് ആർക്ക് ഗുണമാകും? ഇനിയുള്ളൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ടിട്ടുള്ള ഒരു നിശബ്ദത ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൽ കോൺഗ്രസ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് അത്തരമൊരു പ്രതികരണമാണ് ഇന്ന് VD സതീശൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം VD സതീശൻ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു എന്താണോ പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ പരാമർശം എന്നുള്ളതാണ്. അത് ഈ ഒരു കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. അപ്പോൾ ആ സ്റ്റേജിൽ ഇപ്പോൾ K
ബാബു ഉൾപ്പെടെയുള്ളവർ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിക്കൊണ്ടാണ് സംസാരിച്ചെങ്കിലും കോൺഗ്രസ് പൊതുവെ എടുക്കുന്ന ഒരു വെള്ളാപ്പള്ളിയുടെ ഈ ഒരു പരാമർശങ്ങളെ അനുകൂലിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇന്ന് വി ഡി സതീശൻ ഇത്തരത്തിൽ ഒരു പ്രതികരണമായി പറയുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിലും ഇതൊരു രാഷ്ട്രീയ ചലനമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വലിയ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഒപ്പം തന്നെ സമസ്തയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ വിമർശനം ഇതിനോടകം തന്നെ വരുന്നു. എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഇപ്പോഴും പറയാൻ മന്ത്രിമാർക്ക് കഴിയുന്നില്ല എന്നുള്ളതുമാണ്. ഈ ഒരു പരാമർശങ്ങൾ പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നുള്ളതായിരുന്നു ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നിശബ്ദത എന്നുള്ളത് വരും ദിവസങ്ങളിൽ ചർച്ചയാകും ഈ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. സുഹൈൽ.